അയ്യേ ഗംഗേ, എന്താ ഇത്? വീണ്ടും പരാജയം. എനിക്ക് സഹിക്കാവുന്നതിലപ്പുറം ഭ്രാന്ത് പിടിക്കുന്ന എനിക്ക്. ഗംഗേ, ഒരു ശ്രമം പാളി എന്ന് വെച്ച് തോൽവി സമ്മതിച്ച് പിന്മാറില്ല നമ്മള്. ഇനിയുണ്ട് സമയം. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ നിന്ന് കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇന്ത്യ നാവറിയ ഇറങ്ങിക്കോണ പുറത്ത്. ഇറങ്ങാൻ. ഇറങ്ങാൻ. വിലാസിനി തോൽവിയിൽ നിന്നാ തുടങ്ങിയത്. കണ്ടതും അറിഞ്ഞതും കേട്ടതും എല്ലാം തോൽവി. ആ ഡ്രൈവർ മരിക്കാത്തതിന്റെ കാരണം ഞാനല്ല, നീ. നീ വിഷത്തിന് പകരം കൊടുത്തത് വൈറ്റമിൻ ടാബ്ലറ്റ് ആയി പോയതുകൊണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും മനസ്സ് തളർത്തണം. അതെ, അച്ഛന്റെയും മകളുടെയും മനസ്സ് നീറിത്തുകയാണ്. മനസ്സിലായില്ലേ? ആനന്ദിനെ സ്വന്തമാക്കാൻ വേണ്ടി കല്യാണി ദാസിനെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് വരുത്തി തീർക്കണം. സ്വന്തം രക്തം തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ദാസ് വിശ്വസിക്കണം. പഴുതുകളടച്ച് വിശ്വസിപ്പിക്കണം നമ്മൾ. ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ്. കൊള്ളാം. അപ്പോ ഇങ്ങനെയുള്ള തരം താഴ്ന്ന രീതിയൊക്കെ നിന്റെ അമ്മയ്ക്കേ അറിയൂ. എന്തൊരു മാന്യൻ. കല്യാണത്തിന് മുമ്പ് എന്നെ നിർബന്ധിച്ച് കൂടിയിരുത്തി മദ്യപിപ്പിച്ചപ്പോ എവിടെ പോയിരുന്നു നിന്റെ ഈ നീതിബോധമൊക്കെ? അന്ന് ആകാമായിരുന്നല്ലോ. അതന്ന് ആ അരവിന്ദനെ ഇല്ലാതാക്കിയതേ നീ തന്നെ. എടി നന്ദനെ, നീ വലിയ പുസ്തക വായനക്കാരിയല്ലേ? നിർബന്ധിച്ച് പിടിച്ചു വാങ്ങിയിട്ട് അതിന്റെ കൗതുകം നശിക്കുമ്പോ അത് വലിച്ചെറിയുന്ന കളിപ്പാട്ടോ ഇല്ലേ? അതുപോലെ നിനക്ക് ബന്ധങ്ങള്. മരുമകന് മദ്യം കൊടുത്ത് സ്നേഹം പിടിച്ചു വാങ്ങാൻ മകളെ പ്രേരിപ്പിക്കുന്ന ഒരമ്മേ. ഓർക്കുമ്പോഴേ എനിക്ക് തൊലി ഉരിഞ്ഞു പോവാ. ഇനി ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികളുമായിട്ട് മകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നേക്കരുത് നീ നിന്റെ അമ്മയോട് പറഞ്ഞേക്കണം. ഈ പൊരുത്തക്കേട് ഒരു കാലത്തും തീരാൻ പോകുന്നില്ലടി. ആര് കൊണ്ടിടാൻ? നീ വെറുതെ ആരെയും ഇങ്ങനെ സംശയിക്കാൻ നിൽക്കണ്ട. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവർക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാകാം അത്. പക്ഷേ സ്ഥിരം കഴിക്കുന്ന ടാബ്ലറ്റിന്റെ ബില്ലായിരിക്കും അവർ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയ തെറ്റ് അവരെ സമ്മതിച്ചു തരണമെന്നില്ല. ഒരിക്കലും ഇല്ല ചാ. കല്യാണി മേടിച്ചുകൊണ്ട് വന്ന ടാബ്ലറ്റിൽ ഒരെണ്ണം നേരത്തെ തന്നെ അവള് ദാസേട്ടന് കൊടുത്തിരുന്നു. അപ്പോഴൊന്നും ദാസേട്ടന് ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും അസ്വസ്ഥത വന്നപ്പോ പിന്നെയും ഒരു ഗുളിക കൂടെ കൊടുത്തു. അപ്പോഴാ പ്രശ്നം ഉണ്ടായത്. അത് അനിയൻകുട്ടൻ പറഞ്ഞ അറിവാ. 2 പ്രാവശ്യം മരുന്ന് കൊടുക്കുന്നതിനിടയിൽ ആരോ ആ മരുന്ന് ചേഞ്ച് ചെയ്തു. തൃച്ചംബരത്ത് ഉടനെ തന്നെ ശ്രീചക്രം പ്രതിഷ്ഠിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ കുറച്ചു ദിവസത്തേക്ക് നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് താമസിക്കേണ്ടി വരും. സിറ്റിയിലും അല്ലാതെയുമായ 6 വീടാണ് നമുക്കുള്ളത്. അതിലൊന്നിലേക്ക് മാറണം. അഖില വരുന്നതിന് മുമ്പേ ശ്രീചക്ര പൂജ നടത്തേണ്ടതായി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ വീട് മാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. തൽക്കാലത്തേക്കാണെങ്കിലും ദാസിനെ തെക്കേപ്പുരയിലേക്ക് മാറ്റിയത് ഒരർത്ഥത്തിൽ നന്നായും തോന്നുന്നു. ഏതായാലും നീ ദാസിന്റെ ഇൻവെസ്റ്റിഗേഷനുമായി മാത്രം നിൽക്കാതെ ആ ഷിപ്മെന്റ് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഒപ്പം നമുക്ക് മാറി താമസിക്കാനുള്ള വീടും സെലക്ട് ചെയ്യണം. ശരി. ദാസേട്ടന്റെ നല്ല പ്രായത്തില് ഭാര്യ മരിച്ചതാ. എന്നിട്ട് മക്കളെയെന്നും പറഞ്ഞ് കല്യാണം വരെ വേണ്ടാന്ന് വെച്ച് ജീവിച്ചതാ ആ മനുഷ്യൻ.
അങ്ങനെയുള്ള ദാസേട്ടനെയാ ഇവള് കൊല്ലാൻ നോക്കിയത്. ഇവളൊന്നും ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആന്റി, ദേ ഈ പ്രേമം ഉണ്ടല്ലോ, അത് തലയ്ക്ക് പിടിച്ചാ പിന്നെ ഒരു തരം ഭ്രാന്താ. അച്ഛനമ്മയെ മാത്രമല്ല, വേണ്ടി വന്ന മക്കളെ വരെ കൊന്നു വരും. നില്ലടി അവിടെ. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? വല്ലാത്ത സാമർത്ഥ്യക്കാരി തന്നെ. സമ്മതിക്കണം നിന്നെ. വാ തുറന്ന് മറുപടി പറയടി. മാഡം, ഞാനല്ല എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയത്. അതാരാണെന്ന് തിരിച്ചറിയുമ്പോ അവരോട് ഇങ്ങനെ തന്നെ സംസാരിക്കണം. അങ്ങനെ ആരെങ്കിലും കൊല്ലാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നെങ്കിൽ, എന്നെ കൊല്ലാൻ നോക്കി എല്ലാവരെയും ഞാൻ എന്നെ ഇല്ലാതാക്കിയനെ. ഇപ്പോഴും അവര് ജീവനോടെ ഇരിക്കുന്നത് എന്റെ ദയ. ശരി, കല്യാണി അല്ലെങ്കിൽ പിന്നെ ആര്? അതുകൂടി പറയ. ആരാണെന്ന് ചോദിച്ചാ ദാസേട്ടനെ ഇല്ലാതാക്കിയ കല്യാണി ഇവിടെ നിന്ന് ഓടിക്കാവുന്ന കരുതുന്ന ആരോ. അങ്ങനെയുള്ളവർക്ക് പഞ്ഞമില്ലല്ലോ തൃച്ചംബരത്ത്. ആരെയും സംശയിക്കാം. കല്യാണിയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച വിലാസിനി ആന്റി മുതൽ ഇപ്പൊ ആനന്ദിനെ കല്യാണം കഴിച്ച് മൂത്ത മരുമകളാകാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഗംഗ വരെ. എന്തിന്? ഒരു കാലത്ത് കല്യാണിയെ മരണത്തിലേക്ക് തള്ളിവിട്ട നമ്മളും സംശയത്തിന്റെ പട്ടികയിൽ വന്നേക്കാം. അരവിന്ദ് കൂടെ നിന്നാലേ അവൻ പോലും അറിയാതെ കരുക്കൾ നീക്കാൻ പറ്റൂ. ഈ നിമിഷം മുതൽ നീ അതിനുള്ള ശ്രമം തുടങ്ങണം. അവനോടടുക്കാൻ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള 2 പേര് ആനന്ദും കല്യാണിയും മാത്രമാണ്. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എടി മോളെ, കാര്യം നേടിയെടുക്കാൻ നമ്മൾ അല്പം താഴ്ന്നു നിൽക്കേണ്ടി വന്നാൽ താഴണം. ഭൂമിയോളം താഴണം. ശരിയമ്മേ, ഞാനൊന്ന് ശ്രമിക്കാം. തൃച്ചംബരത്തേക്ക് വരണമെന്നും ശമ്പളം വാങ്ങിയ മാത്രം പോരാന്നും പറഞ്ഞ് കുറെ സംസാരിച്ചു. ഇങ്ങനെ പോയാ അച്ഛൻ കുറെ വെള്ളം കുടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാ തിരിച്ചു പോയത്. എങ്കിൽ ഇനി ചിന്തിക്കാനൊന്നുമില്ല. അവര് തന്നെയായിരിക്കും ആ ടാബ്ലറ്റ് മാറ്റിയത്. അതിനുവേണ്ടി മാത്രം അവരവിടെ വന്നത്. എന്തിന്? എന്റെ പാവ അച്ഛനെ കൊലപ്പെടുത്തിയിട്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവുക? നേട്ടം എന്താണെന്ന് അറിയില്ലേ? ദാസേട്ടൻ എന്തെങ്കിലും പറ്റിയാൽ ആ കുറ്റം നിന്റെ പേരിൽ ചുമത്തി നിന്നെ ജയിലിൽ അടയ്ക്കാം. അതോടെ അവരുടെ ഉദ്ദേശം നടക്കുമല്ലോ. എന്തുദ്ദേശം? ഈ ഫയൽ എങ്ങനെ ഇതിന്റെ കൂട്ടത്തിൽ വന്നു? ഇത് ഓസ്ട്രേലിയൻ ഷിപ്പിംഗ് ഫയൽ അല്ലേ? സർ, അത് അറിയാതെ എടുത്തതാണ്. എന്താണ് ശ്രീനിവാസ്, ഇങ്ങനെയുള്ള നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് പല കുഴപ്പങ്ങളും ഉണ്ടാവുന്നത്. എന്തായാലും ഇതിൽ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു. അത് കറക്റ്റ് ചെയ്ത് നാളെ രാവിലെ ഈ ഫയൽ എന്റെ മുന്നിൽ എത്തിയിരിക്കണം. ശരി സർ. പിന്നെ ഓക്കേ. ഹലോ ഗിരീഷ്, ഗുഡ് മോർണിംഗ്. അതിനെന്താ, ഞാൻ ഓഫീസിലേക്ക് വരാം. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, തൃച്ചംബരത്തേക്ക്. നമ്മുടെ കഥാപാത്രം അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഗംഗയെ കുറിച്ച് അത് നേരിട്ട് സംസാരിക്കാം. ആ അന്വേഷണം ഏതാണ്ട് ക്ലൈമാക്സിൽ എത്തിയെന്ന് തന്നെ പറയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോ കേരളത്തിലേക്ക് വന്നത് തന്നെ. ഷീ ഈസ് എ വെരി വെരി ഡേഞ്ചറസ് ഗേൾ. ബി കെയർഫുൾ. അതെനിക്ക് മനസ്സിലായി. എന്തൊക്കെയോ നിഗൂഢതകൾ അവളിലുണ്ട്. നിഗൂഢതകൾ മാത്രമേ ഉള്ളൂ. എനിവേ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. ഓക്കെ? ഓക്കെ, താങ്ക് യു. ഇനി ഞാനും ഉണ്ടാവും നിന്റെ കൂടെ. കുറ്റബോധം കൊണ്ടല്ല, നിന്റെ മനസ്സ് മനസ്സിലാക്കിയതുകൊണ്ട്, നിന്നോടുള്ള സ്നേഹം കൊണ്ട്.
സത്യം തിരിച്ചറിവുണ്ടാവാൻ അല്പം വൈകി. ഞാനിപ്പോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അമ്മയുടെ മരുമകളായി നിൽക്കുന്നെങ്കിൽ അതിന് കാരണം വേറെ ആരുമല്ല, നീ മാത്രോ. അത് ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പോട്ടെ, മഹേശ്വരി മാഡത്തിന് ജ്യൂസ് കൊടുക്കണം. കല്യാണി നിൽക്കേ, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ആരും കാണാതെ പോയ ഈ വിലമതിക്കാനാവാത്ത മനസ്സ് ഇഷ്ടപ്പെടുന്ന ഒരാള് തൃച്ചംബരത്തുണ്ടെന്ന് എനിക്കറിയാം. അരവിന്ദ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും അരവിന്ദിനൊപ്പം ഞാനും ഉണ്ടാവും. വിശ്വസിക്കാം. ജ്യൂസ് കൊണ്ടുകൊടുക്ക, അമ്മ റൂമിൽ കാണും. നിനക്ക് ഓർമ്മയുണ്ടോ മരിക്കും മുമ്പ് നീ അവസാനമായിട്ടും പറഞ്ഞു പോയത് മോളെ രാജകുമാരിയെ പോലെ നോക്കണമെന്ന്? അങ്ങനെ തന്നെ വളർത്തി. പക്ഷെ രാജകുമാരിയെ പോലെ സ്വപ്നം കാണുമെന്ന് ഞാൻ കരുതിയില്ല. ആ സ്വപ്നങ്ങൾക്ക് ഞാൻ തടസ്സമാവും തോന്നിയപ്പോ നമ്മളെ മോളെന്താ ചെയ്തെന്നറിയോ സുധേ? അവളെന്നെ വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ. എന്താ അച്ഛാ? എന്താ അച്ഛാ? അച്ഛൻ മാറിക്കഴിച്ച ഗുളികയില്ലേ, അതെന്തിന്റെ ചേച്ചിക്ക് എവിടുന്നാ കിട്ടിയേ? എനിക്കറിയില്ല അച്ഛാ. ചേച്ചി കുറച്ചു നാളായത് കയ്യിൽ വെച്ചിരിക്കായിരുന്നു അല്ലേ? ഒരവസരം നോക്കി അല്ലേ എന്നെക്കൂട്ടാ? എനിക്കറിയില്ല അച്ഛാ. ചേച്ചി അങ്ങനെ ചെയ്യില്ല. ചേച്ചിക്ക് അച്ഛനെന്ന് പറഞ്ഞ മനസ്സ് വേദനിച്ചാലോ എന്ന് കരുതിയ ആ ഗുളിക എന്റെ മോള് തന്നതല്ലെന്ന് എന്റെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ അച്ഛൻ പലതവണ നോക്കി. മനസ്സത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. മോനെ, ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ മടിക്കണ്ടെന്ന് പറയണം നീ. അച്ഛനൊരു അപേക്ഷയുണ്ട്. വേദനിപ്പിക്കാതെ വേണം അച്ഛനെ കൊല്ലാന്ന് നീ അവളോട് പ്രത്യേകം പറയണം. വിഷമിക്കാന്നല്ലാതെ എങ്ങനെ വിഷമം ഉണ്ടാവാതിരിക്കാനാ വല്യുഞ്ഞെ? അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചവളെന്ന് കണ്ണില്ല. എല്ലാവരും എന്നെ ഇപ്പൊ കാണണേ. അച്ഛനും അത് ഉറപ്പിച്ച മട്ടില്ല ഇപ്പൊ എന്നോടുള്ള പെരുമാറ്റം. കുത്തി നോവിച്ച സംസാരിക്കണേ. വല്യുഞ്ഞിനറിയോ, ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം പോലും കഴിക്കില്ല അച്ഛൻ. ഞാൻ വിഷം ചേർത്ത് കൊടുത്താലോ എന്ന ഭയോ അത്ര. ഇനിയും എന്നെ കൊണ്ടിങ്ങനെ വയ്യ. എന്താ ഇത്? വെറുതെ കരയണ്ട, ഒക്കെ മാറും. നമ്മൾ തമ്മിലുള്ള കാര്യം അറിയാന്ന് പറഞ്ഞു. ആര്? നന്ദനയോ? അതെ, നന്ദന മേഡം തന്നെ. ഇനിയുള്ള എല്ലാ കാര്യത്തിനും അനിയൻകുഞ്ഞിനോടൊപ്പം ഉണ്ടാവുമെന്നും പറഞ്ഞു. കല്യാണി, അത് ചതിയാവാനാ സാധ്യത. സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മഹേശ്വരി ആന്റി കൂടെയുള്ള സ്ഥിതിക്ക് വളരെയധികം സൂക്ഷിക്കണം. മഹേശ്വരി മേഡവും എന്നോട് സ്നേഹത്തിൽ പെരുമാറി. അപ്പൊ ഉറപ്പിക്കാം, കുറച്ച് ദിവസത്തേക്ക് അരവിന്ദിനോട് ആരോടും കാര്യങ്ങളൊന്നും വിട്ടു പറയണ്ടെന്ന് പറയാം. ശരി വലിയുഞ്ഞെ. അതെ, കുട്ടികളുടെ മനസ്സോട് വേദനിപ്പിക്കല്ലേ. എങ്ങനെയോ ഗുളിക മാറി. അത് ചിലപ്പോ മെഡിക്കൽ സ്റ്റോറുകാർക്ക് പറ്റിയ അബദ്ധമാകാം, ചിലപ്പോ അല്ല. അത് അങ്ങനെയേ ആവൂ. അല്ലാതെ ആ രണ്ട് മക്കളെ കൊല്ലാൻ ശ്രമിച്ചെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് മഹാപാവമാണ്. ഇന്നെനിക്ക് ചെക്കപ്പിനുള്ള ദിവസമാണ്. അഖില വിളിച്ചപ്പോഴാ ഓർത്തത്.
ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് അത്യാവശ്യം ചില 1-2 ഫയലുകൾ നോക്കാനുണ്ട്. ദാസ് ഈ ഫയലുകൾ ഓഫീസിലെത്തിക്കണം. ആനന്ദിന് ഇന്ന് പുതിയ കമ്പനിയുടെ കാര്യങ്ങളായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. വൈകി അവൻ ഓഫീസിലെത്തും. അരവിന്ദിന് ഇന്ന് മറ്റൊരു മീറ്റിംഗും. ഞാൻ പോവാ സാർ. ദാസെ, കല്യാണത്തിന് അധികം സമയം. അങ്ങനെ ആവരുതെന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ദാസേട്ടാ, ഇതെന്നെ കൊണ്ട് ചോദിപ്പിച്ചത് ഞാനല്ല, ഉറക്കം കിട്ടാത്തൊരച്ഛന്റെ മനസ്സാ. വല്ലാത്ത ടെൻഷൻ എന്ന്. അഖിലേച്ചി ഇവിടെ ഇല്ലാത്ത സമയത്ത് എനിക്കെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും. അതുകൊണ്ടാ ചോദിക്കുന്നെ. പറഞ്ഞോ, നിനക്ക് എന്ത് പറ്റി? നിക്കടി, നീ ഇത് പറഞ്ഞിട്ട് പോയാ മതി. എന്ത് ചോദിച്ചാലും മിണ്ടാതെ നിന്നിട്ട് അകത്തോട്ടുള്ള ഈ പോക്കുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. കൂസലും ഇല്ലാതെ കല്ല് പോലെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നേ. ഇതിനു വേണ്ടിട്ടാ നിങ്ങളെ കൊല്ലാൻ പോലും ഇവള് ശ്രമിച്ചത്. എന്തേ, ഒന്നും പറയാനില്ലേ? വിലാസിനി മേഡം, വിറക് എത്ര ഏറിയാലും തീയുടെ ദാഹം തീരില്ല. അതുപോലെയാ നിങ്ങളുടെ പകയും പ്രതികാരവും. ഇതിന് മറുപടി പറയാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല. ഞാനാകെ തകർന്നു നിൽക്കുക. നിലമറന്നുള്ള വാക്കിനും പ്രവർത്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കരുത്. എനിക്ക് വേറെ ജോലിയുണ്ട്. തൃച്ചംബരത്തിന്റെ ആസ്തി. അതെ, അത് തന്നെ. തൃച്ചംബരത്തെ സ്വത്ത് ഭാഗം വെപ്പിക്കണം. അസാധ്യം. തൃച്ചംബരത്ത് അതൊരിക്കലും നടക്കില്ല. ഈ അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? തലമുറ തലമുറകളായി കൈമാറി വരുന്ന സ്വത്താണത്. അത് ഇതുവരെ ഭാഗം വെച്ചിട്ടില്ല. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് സാമർഥ്യം. അമ്മ, അത് എന്ത് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞു തരാം. നീ അതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. അമ്മ വിചാരിക്കും പോലെ ഇതത്ര നിസ്സാരമൊന്നുമല്ല. അതിനാദ്യം ശിവരാമകൃഷ്ണന്റെ മുന്നിൽ തന്ത്രപൂർവം ഇക്കാര്യം അവതരിപ്പിക്കണം. ഒന്നാമത് അറ്റാക്ക് വന്നിരിക്കുന്ന ആളാ. ചത്തു മുകളിൽ പോയി കഴിയുമ്പോ ഇവിടെ മക്കള് തമ്മിൽ സ്വത്തുകാർക്ക് ഉണ്ടാവാതിരിക്കാൻ ജീവിച്ചിരിക്കുമ്പോ അത് ഭാഗം വെച്ച് കൊടുക്കണമെന്ന് പറയണം. പറഞ്ഞ് സമ്മതിപ്പിക്കണം. പിന്നെ മക്കളുടെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീ കല്യാണിയോട് സ്നേഹം കാണിക്കണം. കല്യാണിയെ നിനക്ക് ഇഷ്ടമാണെന്ന് വാക്കാൽ പറഞ്ഞാൽ ആനന്ദോ അരവിന്ദോ വിശ്വസിച്ചെന്ന് വരില്ല. ശിവരാമന്റെ ഹൃദയം വേദനിച്ച ഏത് സാമ്രാജ്യവും എഴുതിത്തള്ളും അഖിലാണ്ടേശ്വരി. ഏതായാലും നമ്മൾ ലക്ഷ്യത്തിലെത്തും. അങ്ങനെ വിശ്വസിക്കേ. നിന്നെ തൃച്ചംബരത്തെ മഹാറാണിയായി കാണണം അമ്മയ്ക്ക്. നീ ധൈര്യമായിട്ടിരിക്കേ. വടവൃക്ഷം പോലെ വളർന്നിങ്ങനെ നിൽക്കുന്നെ. അല്ലെങ്കിൽ അന്ന് അവനെയും കെട്ടി അവളുടെ പാടും നോക്കി പോയേനെ. നിന്റെ ഭർത്താവല്ലേ അവൻ? അവനിപ്പോ എവിടെ ഉണ്ടെന്നെങ്കിലും നിനക്കറിയോ? ആർക്കറിയാം? അത് ഞാൻ അന്നേ മറന്നു. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞിട്ട് അവക്ക് എന്ത് നിസാരം. ആന്റി, അതല്ല എന്റെ സംശയം. ഈ ഗംഗയ്ക്ക് ഇവിടുത്തെ പഴയ കഥകളൊക്കെ എങ്ങനെ അറിയാം? ഞാൻ കരുതിയത് ആന്റി പറഞ്ഞു കൊടുത്തായിരിക്കും.
പക്ഷെ ആനന്ദേട്ടനെയും കല്യാണിയെയും ഗോഡൌണിൽ കൂട്ടിയിട്ടത് ഞാനാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആന്റി അല്ലാതെ പറഞ്ഞെന്ന്. കാര്യം അത് ചെയ്തത് ഞാനല്ല എന്നുള്ള കാര്യം ആന്റിക്ക് അറിയാലോ. ആ അതൊക്കെ വിട്. അടുത്ത പ്ലാൻ എന്താ? നീ കേട്ടിട്ടുണ്ടോ? ദേ ദേ ആ കുറുക്കന്റെ മുഖഭാവം അല്ലേ എനിക്കിപ്പോ. അല്ല, ഗംഗ മരിച്ച ആന്റി പിന്നെ ആര് തൃച്ചംബരത്തെ അധികാരിയാക്കും? എടി, ഗംഗ കൊല ചെയ്യപ്പെട്ട ആരെ സംശയിക്കും? എന്നെയോ അഖിലയെയോ? അത് അഖിലാന്റി തന്നെ സംശയിക്കും. ആ, അപ്പൊ പകരം വീട്ടൽ നടക്കും. അതില് അഖില കൊല്ലപ്പെടും. അഖിലയില്ലാത്ത തൃച്ചംബരത്ത് അപ്പോഴും ഞാൻ തന്നെയായിരിക്കും അധികാരി, തൃച്ചംബരത്തിന്റെ റാണി. ഓ, സമ്മതിച്ചാന്റി. ആന്റിയുടെ പ്ലാനിങ് ഞാൻ സമ്മതിച്ചു. കരച്ചിൽ ഒഴിഞ്ഞ നേരമില്ല. ചേച്ചി എന്തിനാ കരയുന്നേ? ഒന്നുമില്ല നീങ്കുട്ട. നമ്മൾ ജീവനോളം സ്നേഹിച്ചവർക്ക് നമ്മൾ ആരുമല്ലെന്നറിയുമ്പോ ഉണ്ടാവുന്ന വേദന ഉണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റില്ല. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? അച്ഛനിപ്പോ എന്റെ കൈകൊണ്ടുണ്ടാക്കി ഒന്നും കഴിക്കുന്നില്ല. എന്നെ ഭയമാണത്രേ. നിനക്കും പേടിയുണ്ടോടാ ചേച്ചിയെ? ചേച്ചി എന്താ ചേച്ചി ഇതൊക്കെ? ഇങ്ങനെ നീറി ജീവിക്കാൻ എനിക്ക് വയ്യ നീങ്കുട്ട. പാവോ നമ്മുടെ അച്ഛൻ. വയസ്സുകാലത്ത് എന്റെ മോൻ അച്ഛനെ പൊന്നുപോലെ നോക്കണം. ചേച്ചി അങ്ങ് പോകുമ്പോ അച്ഛന്റെ ടെൻഷനൊക്കെ അങ്ങ് മാറും. ഇനിയെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ പാവോ അച്ഛന്. അതാ ചേച്ചി നല്ലത്. പോയി ചാക്. അതോടെ അച്ഛന് സമാധാനം കിട്ടും, ചേച്ചിക്ക് സമാധാനം കിട്ടും. പോയി ചാക്. അച്ഛനും മോൾക്ക് സമാധാനം കിട്ടും. ഇവിടെ ആർക്കും എന്റെ കാര്യം അറിയണ്ടല്ലോ. അതെങ്ങനാ? പെറ്റിട്ട് ഉടനെ ഇതുപോലെ അങ്ങ് കളഞ്ഞിട്ട് പോയില്ല. ഒരച്ഛന്റെ അവസാനത്തെ അപേക്ഷ അഖില മേഡം വരുന്നവരെയുള്ളൊരു സമയം അതെനിക്ക് തരണം. ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയി തൊലഞ്ഞോളാം. ഹലോ കുഞ്ഞേ. ആ ദാസേട്ടാ, അതെ, ഒരു അത്യാവശ്യ ഫയൽ എടുക്കണം. എന്റെ ഒപ്പം ഓഫീസിലേക്ക് ഒന്ന് വരുമോ? കാർ എടുക്കുവോ? ശരി കുഞ്ഞേ. ഓക്കെ ശരി. പോരെ എന്റെ ബ്രോ? ഞാനില്ല എന്റെ ബ്രോയ്ക്ക്. ഈ മുഖം വാടി സഹിക്കും എനിക്ക് ബ്രോ. ചെന്ന് സമാധാനപ്പെടുത്തി പതിയെ വാ. അല്ല, എന്റെ ഫയൽ. ഞാനേ പേഴ്സ് എടുക്കാൻ മറന്നു. പോയിട്ട് വരാം. എന്താ? അല്ല, എന്റെ പേഴ്സ് ഇവിടെ വെച്ചിരുന്നു. അർജന്റായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകേണ്ടി വന്നു. എനിക്ക് തോന്നി ഫയലും കൊണ്ടുള്ള വരവ് കൂടി കണ്ടപ്പോ ഉറപ്പിച്ചു. എന്തു പറ്റി അരവിന്ദ്? മുഖത്തൊരു വാട്ടം. ഒന്നുമില്ല, വെറുതെ തോന്നുന്നതാ. ഒന്നുമില്ലാതൊന്നും അല്ല. എനിക്കറിയാം, ആനന്ദിന്റെ ടെൻഷനാ ഈ മുഖത്ത് പ്രതിഫലിക്കുന്നത്. പാർട്ടിക്ക് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഡ്രിങ്ക്സ് കമ്പനിക്ക് മാത്രം ഒരെണ്ണം. ശ്രമിക്കാം. അരവിന്ദേ, നന്ദന ലക്ഷ്യത്തിലേക്ക് അടുത്തു തുടങ്ങി. ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം നടക്കില്ല. കാരണം
തൃച്ചംബരത്ത് മൂത്ത മരുമകള് വേണ്ട. ഇനി ഒരു വിലാസിനിയാകാൻ നന്ദനയെ കിട്ടില്ല. ഞാൻ എന്നും അവളെ വിളിക്കുന്നുണ്ട്. ഓ, അത് 4-5 ദിവസമായിട്ട് ഫോൺ വിളിക്കാത്തത് അഖിലേച്ചി ഇല്ലല്ലോ. ഇല്ല, ഞാൻ തന്നെ നോക്കണ്ടേ, അതാ. ആ, ഇവൾ ആരെയാ ഈ രാത്രി ഫോൺ ചെയ്യുന്നത്? ഏതായാലും ഒന്ന് നോക്കാം. കണ്ടില്ലേ സാധേട്ടാ, അവക്കൊന്ന് എന്നെ വിളിച്ചൂടെ? ഇവിടെ അഖിലേച്ചി പോലും ഇല്ലാതെ ഞാൻ കിടന്ന് പാടുപെടുന്നത് എനിക്കേ അറിയൂ. ശരി, ഞാൻ വിളിക്കാം. ഒരു ഭർത്താവ് എന്ന് വിളിച്ചാലും ഓരോ കുറ്റങ്ങളേ ഉള്ളൂ. പേടിച്ചു പോയല്ലോ. ഞാൻ വിചാരിച്ച ഏതോ യക്ഷിയോ മറ്റോ ആണെന്ന്. അതേടി, യക്ഷി തന്നെ. നിന്റെ രക്തം ഊറ്റി കുടിക്കാൻ വന്ന യക്ഷി. നീയോ? അതിന് നീ ഒരു ജന്മം കൂടി ജനിക്കണം. അല്ല, എന്താ തൃച്ചംബരത്തൊരു സ്റ്റേ? തിരിച്ചു പോകുന്നില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ അതേ ഉദ്ദേശം തന്നെ. എന്റെ ഉദ്ദേശോ? എന്ത്? തൃച്ചംബരത്തെ നിധിയും സിംഹാസനവും. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? പറയ. ആ, പറയ്. എന്നാലും ഒരു കാര്യത്തിൽ അച്ഛന് സന്തോഷമുണ്ട്. എന്നെ ഒന്ന് കൊന്നു തന്ന് എന്ത് വേണമെങ്കിലും അയക്കുമെന്ന് പറഞ്ഞപ്പോ എന്റെ മോളത്തിന് തയ്യാറായില്ലോ. സന്തോഷം. ഇപ്പൊ ചോദിച്ചതുമായി പറഞ്ഞതുമായി. ഇനി മാഡം ആരാണെന്നൊന്ന് പറയാമോ? ഞാൻ ഈ വീട്ടിലെ ഗൃഹനാഥ, തൃച്ചംബരത്ത് വിലാസിനി. സന്തോഷം. ഓ, ഇത് ഗംഗ. Am I right? എന്റെ പേരെങ്ങനെ? സിൽക്കി ഗംഗ. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനു മുമ്പ് തെളിവ് സഹിതം അമ്മയെ ബോധ്യപ്പെടുത്തണം. എങ്കിലേ അമ്മ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും. ഓ, തീർച്ചയായും. എത്രയും വേഗം ഗംഗ ആരാണെന്നും അവൾ ഈ തൃച്ചംബരത്ത് വന്നതിന്റെ ലക്ഷ്യം എന്താണെന്നും കണ്ടെത്താം. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോ കേരളത്തിലേക്ക് വന്നത് തന്നെ. ഗംഗയെക്കുറിച്ചുള്ള ഒരു ചെറിയ പിക്ചർ ഞാൻ നേരത്തെ തന്നതല്ലേ? ആനന്ദ്, ഈ കല്യാണം അല്പം കൂടി ഒന്ന് നീട്ടിവെക്കാൻ വല്ല മാർഗമുണ്ടോ? ശ്രമിച്ചാലും അത് നടക്കാൻ സാധ്യതയില്ല. തൃച്ചംബരത്ത് വിലാസിനി. ഇളയമ്മ. ഓ, ഇളയമ്മയായിരുന്നല്ലേ? ഗംഗയ്ക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യുന്നതും ഇളയമ്മയാണ്. ചിലപ്പോ ഗംഗ ആരെന്ന് അറിയാതെ ആവാം. മറിച്ച് അറിഞ്ഞിട്ടാണെങ്കിൽ അതാപത്താണ്. സൂക്ഷിക്കണം. എന്നാ ഞാൻ ഇറങ്ങുന്നു. എത്രയും വേഗം നമ്മൾ ഒന്നുകൂടെ മീറ്റ് ചെയ്യുന്നു. ഗംഗയെ പൂട്ടാനുള്ള എല്ലാ തെളിവോടും കൂടി. ഓക്കെ? ഓക്കെ സർ. അതാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ആ ലാപ്പിംഗ് എടുക്ക, ഒരു മെയിൽ അയക്കാനാ. ആ, ഒരു മിനിറ്റ്. അമ്മ അവിടെ തകർത്ത് പൂജ ചെയ്യുക. ഇപ്പൊ ഏതോ തടാകത്തിനടുത്ത് പിതൃബലി തർപ്പണം ചെയ്യാൻ പോണത്രേ. ഒരു മുത്തശ്ശനും അതിനൊത്തൊരു അമ്മയും. ഒരു പെപ്പർ ചിക്കൻ. ആന്റി, എനിക്കും വേണം പെപ്പർ ചിക്കൻ. സത്യത്തില് ഞാനതെന്നല്ല വിചാരിച്ച. പറയല്ലേ. ഡേ നിക്കടി അവിടെ. അവിടുത്തെ ശൃംഗാരം കഴിഞ്ഞെങ്കിൽ ശിവരാമേട്ടൻ ഒരു ചായ കൊണ്ട് കൊടുക്കും. ജയന്തിക്കും വേണം പെപ്പർ ചിക്കൻ. നന്നായി ആന്റി, അവൾക്കത് കിട്ടണമായിരുന്നു. മാഡം, ചായ. അതാർക്ക കല്യാണി? ഇത് ശിവരാമ സാറിനാ. പകൽ കിനാവും കണ്ട് പടി ഇറങ്ങുമ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സൂക്ഷിക്കണ്ടേ കല്യാണി? ഞാൻ സൂക്ഷിച്ചു തന്നെയാ വന്നത്. സ്റ്റെപ്പില് ആരോ എണ്ണ ഒഴിച്ചിരുന്നു. എണ്ണയോ? ആരൊഴിക്കാൻ? കല്യാണിന്റെ ഏട്ടത്തിയായിട്ട് അംഗീകരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കല്യാണി വീഴാൻ പോയപ്പോ അവള് പിടിക്കായിരുന്നു. അതും ശരിയാ, ഞാനത് ശ്രദ്ധിച്ചു. മാത്രമല്ല, കല്യാണി വീഴാൻ കാരണക്കാരിയായ ജയന്തി അടിക്കുകയും ചെയ്തു. അതെ അതെ, കല്യാണിയോട് ഇഷ്ടമില്ലായിരുന്നെങ്കിലേ നന്ദൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നന്ദന പാവമാണെന്ന്. നീ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാ നിന്റെ കുഴപ്പം. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? അരവിന്ദേ, ഇനിയെങ്കിലും നീ ആ പാവം പെണ്ണിനോട് അല്പം സ്നേഹം കാണിക്ക. ആ നന്ദനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. അവള് വന്ന് കയറിയപ്പോ തന്നെ എന്തൊക്കെ അനാവശ്യങ്ങളാ നീ വിളിച്ചു. തെറ്റും ശരിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പോയിന്ന് കല്യാണിയെ കണ്ടിട്ട് വരാം. അവള് വീണതല്ലേ, എന്തെങ്കിലും പറ്റിയോന്ന് അറിയണമല്ലോ. അതിന് കല്യാണി വീണോ? വീണില്ലല്ലോ. ആ കണ്ടോ കണ്ടോ, ഇപ്പൊ തന്നെ നിനക്ക് കൺഫ്യൂഷൻ ആയില്ലേ? അതാ, നീ ഇവിടെ ഇരിക്ക, ഞാനിപ്പോ വരാം. വീണോ ഇല്ലെന്ന് അറിയണമല്ലോ. അതെ, ഒന്ന് വിളിച്ചു വെച്ചിട്ട് പോയ പോരെ. ഓടാ. മൂടുപോയി.